ഈ കായ എന്താ നിങ്ങൾക്ക് അറിയോ? ചേച്ചിക്ക് അറിയോ? എനിക്കറിയാം. എന്താ? ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബദാം. അതൊന്ന് തുറന്നു കാണിച്ചേടാ. ഞങ്ങൾ പൊട്ടിച്ചെടുത്തതാണ്. അതിനകത്തുള്ള കായ്കളാണ്. 10 കായ, 10 വലിയ കൂടുതലുണ്ടായിരുന്നു. ഞങ്ങളത് പൊട്ടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഒരു കായാണ്. നമ്മളിത് നോക്കി കഴിഞ്ഞാൽ ഒരു ചക്കക്കുരു അല്ലെങ്കിൽ ഒരു ഈന്തപ്പഴം ഒക്കെ ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പഴുത്ത് കഴിയുമ്പോൾ ഇത് ശരിക്കും പഴുത്തിട്ടില്ല. ഇതിന്റെ പുറം ഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാം, നല്ല ചുവപ്പ് കളർ വരും. അപ്പൊ തന്നെ ഇതിങ്ങനെ പൊട്ടി വിടർന്നു വരും. അപ്പൊ നമ്മൾ ഇതിന്റെ കായ തല്ലി പൊട്ടിച്ചാൽ അത് കായ എടുക്കാൻ പറ്റും. ആ കായ്ക്ക് കറുപ്പ് നിറമാണ്. അത് നമ്മൾ ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ നട്ട്സ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ബദാം, കാവളം, പൂതി ഉണർത്തി, പീനാറി, തെറിയല്ല കേട്ടോ ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ജാവ ഒലീവ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വൃക്ഷമാണ്. ഒറ്റ ഹൈറ്റില് നേരെ ഒരു 35-40 മീറ്ററോളം ഒറ്റ തടിയായിട്ട് പോകുന്ന ഒരു വൃക്ഷമാണ്. അതിൽ ആ ഇലകളും അതിന്റെ കായും ഒക്കെ ഇങ്ങനെ കിടക്കണ കാണാനും നല്ല ഭംഗിയാണ്. പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിന്റെ പൂക്കൾക്കൊരു വൃത്തികെട്ട സ്മെല്ലുണ്ട്. അത് സഹിക്കാൻ പറ്റാത്ത ഒരു സ്മെല്ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ മരങ്ങൾ അധികവും ആരും വെച്ച് പിടിപ്പിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കാലാവസ്ഥയിൽ വളരാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വൃക്ഷമാണ്. പാഴ്മരം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, അതായത് ഒരു കട്ടി കുറഞ്ഞ പൊങ്ങിലേക്ക് ഒരുപാട് ആയുർവേദ ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഒരു സാറ് വഴക്കുറയും കേട്ടോ അങ്ങനെ പറഞ്ഞു. കാരണം ഇവിടെയുള്ള ഒരു മരത്തെ നമ്മൾ പാഴ്മരം എന്ന് വിളിക്കാൻ പാടില്ല. നമ്മുടെ ഭൂമിയിലുള്ള ഒരു മരത്തിനും പാഴ്മരം എന്ന് വിളിക്കാൻ പാടില്ല. വീട് അപ്പം ഈ ഒരു കായ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ ബദാം എന്ന് പറയുന്ന ഈ ഒരു കായ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.